അപ്പൊ ശിവണ്ണ അറിഞ്ഞു പണിയിട്ടുണ്ട്. ഗോട്ട് ഇഷ്ടപ്പെടും പക്ഷെ ഈ പടം ഇഷ്ടപ്പെടും. എന്തു പറ്റി അങ്ങനെ ഒരു പടം കണ്ടു കയറാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശിവാണ്ണ സൂര്യ കിട്ടും പറയാനില്ല. ഒന്നുമില്ല, എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. എടുത്തു പറയാനില്ല. കുറെ സിനിമാറ്റോഗ്രഫി നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു സ്റ്റോറി ഇല്ലാത്ത ചില അതുപോലെ തന്നെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. സൂര്യ ഇത്രയും കഷ്ടപ്പെട്ട് ഈ റോൾ എടുത്ത് ചെയ്തതിന് ഒന്നുമില്ല അതിൽ. ചുമ്മാ സൂര്യനെ മാത്രം കാണാൻ നമുക്ക് സ്ക്രീനിൽ തിയേറ്ററിൽ കയറി ഇരിക്കാൻ പറ്റില്ല. ഒരു സ്റ്റോറിയും ഇല്ല. വെറുതെ കുറെ ബഡ്ജറ്റ് ഇട്ട് CGI ഒക്കെ ഇട്ട് ഒരു കാര്യമില്ലാത്ത കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നേരെ ഓഡിയൻസിനോട് കണക്ട് ആയിട്ടില്ല. സ്റ്റോറിയും കുറച്ചും കൂടെ നല്ല ബാക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ കംബാക്ക് തേഞ്ഞു എന്ന് പറഞ്ഞാൽ സൂര്യ ആക്ടർ എപ്പോഴും മുന്നിൽ നിൽക്കും. പക്ഷെ ഇത് സൂര്യ കംബാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ല. ഇത് നമുക്ക് ഒന്ന് ആലോചിക്കാൻ പോലും ഒരു സ്റ്റോറി ഇല്ല. ശിവാണ്ണൻ ഇത്രയും നാൾ എന്തെടുത്തോണ്ടിരുന്നു അതേ പാറ്റേൺ തന്നെയാണ്. പക്ഷെ കുറെ ബഡ്ജറ്റ്, കുറെ മേക്കപ്പ് അറിയാൻ പറ്റുള്ള നമുക്ക് ഇന്റർവെൽ ആകുമ്പോ തന്നെ ഇന്റർവെലിന് മുന്നേ തന്നെ കുറെ യുദ്ധം പോലെ സീനൊക്കെ ഇട്ടു. പക്ഷെ ഇന്റർവെല്ലിൽ കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇന്റർവെല്ലിൽ ബാക്കി കാണണം എന്ന് പോലും തോന്നാനുള്ള ഒരു ഡെപ്ത് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ശിവണ്ണ അറിഞ്ഞു പണിയിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് മൂഞ്ചി, സെക്കൻഡ് ഹാഫ് സെറ്റ് ആയിരുന്നു. വൺ ടൈം വാച്ചബിൾ പടം. ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ശിവ മൊത്തത്തിൽ കൈ തന്നെ ഒരു ലെവലിൽ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ച് പാസം ഉണ്ടായില്ലെങ്കിൽ പടം സെറ്റ് ആയി. പാസ് ആ ഒരു സീനൊന്നും ഇല്ലായിരുന്നെങ്കിൽ പടം നല്ല അടിപൊളിയായിരുന്നു. ഹൈപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. സാധാരണ പടം. സൂര്യ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അത് പുള്ളിക്കാരൻ അഭിനയം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ശിവാണ്ണന്റെ സ്ഥിരം പണ്ണലി തന്നെ. പാസ് ഇല്ലായിരുന്നെങ്കിൽ സിനിമ ജയിച്ചു. അന്ന് രാവിലെ ഒന്നൊരു പ്രതീക്ഷ കൂടി പോയോ? അടിപൊളി, മേക്കിംഗ് അടിപൊളി, സർപ്രൈസ് ഒത്തിരി ഉണ്ട്, സസ്പെൻസ് ഒത്തിരി ഉണ്ട്. എന്ത് പറയാന് വേറെ ഒരു കാര്യം പറയാം. സിനിമ ശിവ എങ്ങനെ എടുക്കുന്ന ഒരിക്കലും കൊല്ലത്തിന്റെ ഗോട്ട് ഇഷ്ടപ്പെടും പക്ഷെ ഈ പടം ഇഷ്ടപ്പെടും. നല്ല പടം. പടം തുടങ്ങുന്ന ഒരു വീഡിയോ വേണ്ടി കഴിഞ്ഞാൽ അവസാനം ഭയങ്കര ഹെവി ആക്ഷനാണ്. ബാഹുബലി പോലത്തെ ഭയങ്കര ഹെവി ആക്ഷനാണ്. നല്ല പടം. കോട്ട ഉറക്കം വരുന്നത്. എങ്ങനെയുണ്ട്? എന്തു പറ്റി? ഇഷ്ടമായില്ല. മറ്റേ ഇത് മാത്രമുള്ള ഫാൻസി ഡ്രസ് മാത്രമുള്ള കൊള്ളത്തില്ല പടങ്ങൾ. മാറിപ്പോ നമ്മുടെ ആക്ടർ എങ്ങനെയുണ്ടായിരുന്നു പടം? എന്തു പറ്റി? പടം 2 കോതിരുണ്ട് സൂപ്പറാണ്. തിയേറ്ററിലൊന്നും ഉറങ്ങായിരുന്നു. എങ്ങനെയുണ്ടോ? ഹാഫ് പിന്നെ കുഴപ്പമില്ല. ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടും ഹാഫിന്റെ മുമ്പ് 2 കൊതുകുത്തിരി ഇട്ടിട്ടുണ്ട്. ഒരു സീറ്റ് 2 കൊതുകുത്തിരി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട്. ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? നല്ലൊരു തുടങ്ങി. എന്താണ് ഇഷ്ടപ്പെട്ടതെന്നാണ് പടത്തിൽ? ഒരുപാട് നെഗറ്റീവ് ഇറങ്ങിയവരെല്ലാം നെഗറ്റീവാണ്. എന്താണ്? നല്ല സിനിമയായിരുന്നു. ഇച്ചിരി അലർച്ച കുറച്ച് കൂടുതലായിരുന്നു. എന്നാലും
ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരാൾ വരുന്നുണ്ട്, അതാണെങ്കിലും അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ കുറച്ച് ഭയങ്കര സ്പീഡായിപ്പോയി സിനിമ. ഭയങ്കര കുറേ രണ്ട് കാലഘട്ടമാണ് ഭയങ്കര സ്പീഡായ പോലെ തോന്നി. എന്നാലും സെക്കൻഡ് പാർട്ടിൽ നല്ല പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പറയണ്ട ബ്രോ, അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ എടുത്ത് പറയാൻ? ഒന്നുമില്ല, എല്ലാം അടിപൊളി. എന്തോ പ്രതീക്ഷ കൂടി പോയോണ്ടാണോ? അല്ല, ഞാൻ സൂര്യയുടെ കമ്പാക്കൊക്കെ പ്രതീക്ഷകൾ വന്നത്, പക്ഷെ ഒന്നുമില്ല. സ്റ്റോറി വീക്കാണ്. പക്ഷെ സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ സ്റ്റോറി ഇല്ല, അത് ചുമ്മാ കണ്ടിരിക്കാൻ പോലും ഒന്നുമില്ല. ഭയങ്കര ഷോ പറയാനില്ല. എങ്ങനെ സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു?